നമ്മള് ഇന്ന് എവിടെ ചോട്ട് പോന്ന എവിടാ സ്ഥലത്തിന് വരുന്നത് മേക്കര. അപ്പൊ നമ്മളിന്ന് പോകുന്നത് മേക്കരയിലോട്ടാണ്. മേക്കരയില് ആരും അധികം പോകാത്തൊരു സ്പോട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം സ്ഥലം ഞങ്ങൾക്കും കൃത്യമായിട്ട് അങ്ങോട്ട് വശമില്ല, ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അപ്പം നമ്മൾ അങ്ങോട്ട് യാത്ര ഇരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ പോകുന്ന വഴിക്ക് പറയുന്നതായിരിക്കും. അപ്പം നമ്മളിവിടെ യാത്രയിലാണ്. എക്സൈറ്റിംഗ് ആയ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഒരു പക്ഷേ ഇത് നമ്മുടെ ആദ്യത്തെ എന്താണ് ഒരു ട്രിപ്പ് പോയിട്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആയിരിക്കും അല്ലേ ചോട്ടു? നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മുടെ കാഴ്ചകളും എല്ലാം അതിമനോഹരമായ അച്ചൻകോവിൽ, മേക്കര, ചെങ്കോട്ടെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മളപ്പോൾ നിലവിൽ പുനലൂര് പോയിട്ട് അച്ചൻകോവിൽ വഴി പോകാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ നേരെ പുനലൂർ ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഷോർട്ട് കട്ടിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നിലവിൽ നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് മലമേൽ. പക്ഷെ നമ്മളിപ്പോൾ മലമേൽ കയറുന്നില്ല, നമ്മുടെ ലക്ഷ്യം വേറെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്രയിലാണ്. നമ്മൾ അറക്കൽ ദേവീക്ഷേത്രത്തിൻ്റെ കൂടെയാണ് പോകുന്നത്. നമ്മളപ്പം ഷോർട്ട് കട്ട് പിടിച്ചാണ് പോകുന്നത്. മാക്സിമം നമ്മൾ ഷോർട്ട് കട്ട് പിടിച്ചാണ് പോകുന്നത്. അറക്കൽ വഴി പുനലൂരെത്താനാണ് നമ്മുടെ പ്ലാൻ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ നിറവൂര് വഴി അച്ചൻകോവിൽ വഴി മേക്കരയ്ക്ക് പോകാനുള്ളൊരു പ്ലാനാണ് നമുക്കുള്ളത്. അപ്പോൾ പുനലൂരൊക്കെ എത്താറായിരിക്കുകയാണ്. നമ്മളെ പശ്ചിമഘട്ടം നമ്മളെ സ്വാഗതം ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം നമ്മൾ അടുക്കള പോലെ വഴി പുനലൂർ എത്തിയിട്ടുണ്ട്. പുനലൂർ എത്തിയിട്ടില്ല, പുനലൂർ എത്താൻ മുമ്പിലെത്തിയിരിക്കുകയാണ്. എണ്ണയടിച്ച ശേഷം ബാക്കി യാത്ര. അപ്പം നമ്മൾ പുനലൂർ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. നമ്മളിനി ഇവിടുന്ന് വലത്തോട്ട് പോയി നമ്മൾ നേരെ പുനലൂർ തൂക്കുപാലത്തിൻ്റെ അടുത്തുകൂടെ പോണത്. പുനലൂർ തൂക്കുപാലത്തിൻ്റെ താഴെ കല്ലടപ്പുഴ വിശാലമായി ഒഴുകുകയാണ്. പുനലൂർ തൂക്കുപാലത്തിൻ്റെ കാഴ്ചകൾ അടുത്ത ഷോർട്ട് കട്ട് വഴിയാണ് പോകുന്നത്. ഷോർട്ട് കട്ടോട് ഷോർട്ട് കട്ടാ ചോട്ടു ഇല്ല പിടുത്തമുണ്ടോ? പൊട്ടി വീണെന്ന് തോന്നുന്നില്ലടാ, ലൈൻ പൊട്ടി കിടക്കാൻ തോന്നില്ലേ? അതോ ഇത് എന്ത് ചോട്ടു? ഫോറസ്റ്റ് ഓഫീസർ കുട്ടി വലിയ കൂടെ നമ്മുടെ അവിടെ ഉള്ളത് ഇതിന്റെ ചെറുതാണ്. കാട്ടിലൂടെയാണ് പൊട്ടിക്കുന്നത്.
ഇവിടെ മൊത്തം മുക്കിന് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അല്ലേ? എന്തായാലും നമ്മളെന്തായാലും അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലേ? അത് പിടിക്കുന്നുണ്ട് കേട്ടാ. കിടങ്ങ് നമ്മള് കാണുന്ന മൂന്നാമത്തെ ഫോറസ്റ്റിന്റെ ഓഫീസാണ് അല്ലേ? ഒരു ദിവസം പോയിട്ട് തിരിച്ചു വരാൻ പറ്റിയ നല്ലൊരു ഓഫീസാണ് അല്ലേ? ഇതിലൂടെ പോകുന്ന വഴിക്ക് ഒരു സ്പോട്ട് കണ്ട് നമ്മളിവിടെ കുറേ പേര് ഇന്ന് കുളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് പോവാണ്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടൊരു സ്പോട്ടാണിത്. കുറേ പേര് ഇവിടെ വെള്ളത്തിൽ നിന്ന് കുളിക്കുന്ന കണ്ടിട്ട് ഇവിടെ ഇറങ്ങിയതാണ്. സംഭവം അടിപൊളി സ്ഥലമാണ്. ഈ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലുള്ളൊരു ചെക്ക് ഡാം പോണത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അടിപൊളി കാഴ്ചകളുണ്ട്. സൂപ്പറായിരുന്നു. ഇവിടെ ആഴം കുറവാണെങ്കിലും പരിചയമില്ലാത്ത സ്ഥലമാണ്. നമ്മളവിടെ ഇറങ്ങുന്നില്ല. നമ്മൾ തിരിച്ച് നമ്മുടെ യാത്ര തുടരുകയാണ്. കൂട്ടുപാം കൂട്ടുകൂട്ടു. അപ്പോൾ ഇവിടെ വൈൽഡ് ലൈഫ് ക്രോസിംഗ് എന്നാണ് പറയുന്നത്. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഒരു വിധത്തിൽ നല്ലതാണ്. എല്ലാ റീച്ചും കട്ടായി, കോണ്ടാക്ട് ഇല്ലാതെ, സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റാതെ പൂർണ്ണമായും നമ്മൾ യാത്ര എൻജോയ് ചെയ്തുള്ളൊരു ഭയങ്കര രസമാണ്. കാഴ്ചകളാണ് അങ്ങനെ ഒരു യാത്ര നല്ല രസമാണ്. വണ്ടി പോകുമ്പോഴേ തുറപ്പ് കേട്ടാ. നമ്മളെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. വരയാടെന്ന് പറഞ്ഞ് ചോട്ട് കെട്ടിയിട്ടൊക്കെ നാടിനെ കണ്ടിട്ട് പറ്റിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് സ്റ്റോപ്പായിരിക്കണം. ഇത് നല്ലൊരു സ്പോട്ട് വന്നപ്പോഴത്തേക്കും നല്ല രസമുള്ളൊരു സ്പോട്ടാണിത്. അവിടെ നമ്മൾ ഒന്ന് മുഖം കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് കുറച്ച് മുഖം കഴുകാനുള്ളൊരു പദ്ധതിയുണ്ട്. മുഖം കഴുകാം. നല്ല ഫ്രഷ് വാട്ടർ കപ്പിന്ന് ഒഴി വരുന്നത്. നമുക്ക് എന്ത് സംഭവം? ഡയപ്പറ. അതാ പ്ലാസ്റ്റിക്കിന്റെ കുപ്പി, ഒരു ഡയപ്പർ ഇതിനകത്ത് വെച്ചേക്കുന്നു. നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കഴിവതും നമ്മൾ മാക്സിമം സേഫ്റ്റിയായിട്ട് സൂക്ഷിക്കുക. നമ്മളിങ്ങനെ കുപ്പിയൊക്കെ വലിച്ചെറിയുന്നത് പ്രകൃതിക്ക് ദോഷമാണ്. നമ്മളിങ്ങനെ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യാനായിട്ട് സൂക്ഷിക്കണം അല്ലേ? നമ്മൾ തന്നെ നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നു. അതാ ആൾക്കാരവിടെ കുപ്പിയും അതിൻ്റെ ഡയപ്പറൊക്കെ മരത്തിനതൊക്കെ എടുത്ത് കുപ്പി വെച്ചിട്ട് അതിവിടെ വരുന്ന ജീവികൾക്കും ഇവിടുത്തെ ജീവജാലങ്ങൾക്കും നമ്മൾ സത്യം പറഞ്ഞാൽ
അതിഥികളാണ് നമ്മൾ. ഇവിടെ വന്നിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുക, നമ്മൾ പോവുക, നമ്മളൊന്നും ഇവിടെ വലിച്ചെറിയാൻ പാടില്ല, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം എല്ലാവരും അത് മാക്സിമം ശ്രദ്ധിക്കുക. ഇവിടെ വരുന്നവർ ആരും ഇങ്ങനെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇവിടെ വലിച്ചെറിയാതിരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം, നമുക്ക് ഇവിടെ നിന്ന് അച്ചൻകോവിലോട്ട് പോവാം. ഓക്കെ, അച്ചൻകോവിൽ അമ്പലത്തിൻ്റെ അവിടെ എത്താറായിരിക്കണം. അപ്പം അച്ചൻകോവിൽ അമ്പലത്തിൻ്റെ കാഴ്ചകളാണ് ഇനി ഉള്ളത്. നമ്മൾ അച്ചൻകോവിലിൽ നിന്ന് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്, മേക്കരയിലോട്ട് പോകണം. മേക്കര അച്ചൻകോവിലിൻ്റെ കാഴ്ചകൾ നിങ്ങളെ എത്തിക്കുകയാണ്. അച്ചൻകോവിലിൽ നിന്ന് മേക്കരയിലേക്ക് പോകാം. ഒരുപാട് നിന്ന് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടികളും പിന്നെ കേരളത്തിൽ നിന്നുള്ള അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിലൊരു പോകുന്നൊരു വഴിയാണ്. അപ്പം അച്ചൻകോവിൽ തൊട്ട് മേക്കര വരെ അത്യാവശ്യം നല്ല വണ്ടിയും കാര്യങ്ങളൊക്കെ പോകണം. അപ്പോൾ ഇതുവഴി പോകുമ്പോഴത്തേക്കൊരു വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിനടുത്തേക്കാണ് ഇപ്പോൾ പോണത്. വണ്ടി പോവും, ഒരു ഓഫ് റോഡാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മളങ്ങോട്ടാണ് പോണത്. ഒരുപാട് ആളുകളുണ്ട് അവിടെ താഴെ. വണ്ടിയൊക്കെ ഇറക്കി കുളിക്കുക ഇടിക്കുകയൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട്. നമുക്ക് വണ്ടി ഇവിടെ വെക്കാം, അതായിരിക്കും നമുക്ക് സേഫ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ആ സ്ഥലത്തോട്ട്. വണ്ടി നമ്മളിവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്, ആ സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള കാഴ്ചകൾ നമ്മളവിടെ ചെന്നിട്ട് എത്തിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പോവാം. ഇല്ലില്ല, ആഴം കുറവാണ്. നമ്മുടെ ആഴം കുറവാണ്. ഇതിൻ്റെ അവിടെ എൻഡിൽ അവിടെ ഒരു സ്പേസ് ഉണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോണത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പം ഇതുവഴിക്ക് ഇങ്ങനെ കയറി ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ കുളിക്കുന്നുണ്ട്. ഇതൊരു അടിപൊളി സ്പോട്ടാണ്. പോകുമ്പോൾ നമുക്ക് മേക്കര പോകുന്ന വഴിക്ക് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പേസാണ് ഈ സ്പേസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെന്തായാലും വെള്ളത്തിൽ ഇറങ്ങാനുള്ള പ്ലാനില്ല. കാരണം നമ്മൾ ജസ്റ്റ് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് പോവുക എന്നുള്ളൊരു മൈൻഡിലാണ്. വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റത്തില്ല, മറ്റേ ഒരു ബണ്ട് പോലെ അല്ലേ ചോട്ടു, ഒരു ബണ്ട് പോലുള്ളൊരു സ്പേസ്. അപ്പോൾ അവിടെ നമ്മൾ അങ്ങോട്ടാണ് പോണത്. അപ്പോൾ അവിടെ നമുക്ക് പോവാ. ഇവിടെ കൂപ്പല്ലേ തടിയൊക്കെ എടുക്കുന്നത്. അതിൻ്റെ പേരെന്താ വെള്ളച്ചാട്ടത്തിന്? ആണല്ലേ. ഇതുവഴി പോയാൽ മറ്റേ മേക്കരയൊക്കെ പോണ. അപ്പോൾ ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെന്തായാലും റെസ്ട്രിക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുന്നില്ല. ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ നമ്മുടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ച് പോവാണ്. തിരിച്ച് നമ്മൾ ആ പഴയ സ്പോട്ടിലോട്ട് പോവുകയാണ്. പക്ഷേ ഇതൊരു അടിപൊളി സ്ഥലമാണ്. ഇവിടെ നിന്നിത് കണ്ടിട്ട് പോകാം. ഇത് ഇവിടെ ഇറങ്ങാനല്ല, ഇവിടെ അല്ല. ഇത് ആ ഭാഗത്തോട്ട് പോകുമ്പം അവിടെ ആ ഭാഗത്ത് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ വഴിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ പൂപ്പാണ്, തടിയൊക്കെ എടുക്കാൻ പോകുന്ന പൂപ്പാണ്. ഒരു കമ്പൊക്കെ എടുത്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. പക്ഷേ അപ്പം നമ്മൾ ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹൈറ്റിലേക്ക് കയറുമല്ലേ ചോട്ടു. സംഭവം നമ്മൾ കേരള തമിഴ്നാട് അതിർത്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. തമിഴ്നാട് ഈ ബാക്കിൽ കാണുന്നത് കേരളവും ഇതിനപ്പുറം നാടുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സബ്മിഷൻ കഴിഞ്ഞ് കോട്ടവാസൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കണ്ടേ ചെങ്കോട്ടൈ 14 കിലോമീറ്ററാണ് നമുക്കുള്ളത്. അപ്പോൾ ഇനി അപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. കുട്രാളം വാട്ടർഫോള് തമിഴ്നാട്ടിലേക്ക്
നാട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. മിൻമയിലൊക്കെ നമ്മൾ കാണുന്നു. നമ്മൾ പ്രോപ്പർ പിന്നെല്ലാം നാട്ടിലേക്ക് നമ്മൾ റീച്ചാകാൻ പോവുകയാണ്. എല്ലാം തമിഴ്നാടിൻ്റെ കാഴ്ചകളാണ്. ചക്ക നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ആർക്കും വേണ്ടപ്പെട്ട ചക്ക ഇല്ലടാ. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ശനിയാഴ്ചയൊക്കെ ആയതുകൊണ്ടായിരിക്കാം അല്ലേ? ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കാം നല്ല ട്രാഫിക് ഉണ്ട്. ഹോളിഡേ ആയതുകൊണ്ടായിരിക്കാം നല്ല ട്രാഫിക് ഉണ്ട്. നല്ല ബാക്കിൽ നമ്മൾ മേക്കര ചോളയിട്ട് വിൽക്കുന്നടാ ഇവിടെ ചക്കച്ചോള. ഒരു അടിപൊളി സ്ഥലത്തോട്ടാണ് പോകുന്നത്. നല്ല ഒരു കിട്ടിലും വൈബുള്ളൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ മിനി പാലക്കാട് എന്നൊക്കെ പറയില്ലേ, മിനി പാലക്കാട്. കാറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ പാലക്കാടൊക്കെ പോകുമ്പോൾ കിട്ടിലും കിട്ടിക്കാച്ചി വൈബാണ്. കാണുന്നതാണ് മേക്കര ഡാം എന്ന് പറയുന്നത്. ഒരു അടിപൊളി സ്ഥലമാണിത്. അടിപൊളി എന്ന് പറഞ്ഞാൽ കിട്ടില്ല, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. തൽക്കാലം ഈ ഒരു പാർട്ടോടുകൂടി ഞങ്ങൾ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇനിയിപ്പം അടുത്തൊരു പാർട്ടിനകത്ത് നമ്മുടെ കണ്ടന്റിന്റെ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. കണ്ടന്റിന്റെ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ അടുത്ത ഒരു പാർട്ടായിട്ട് നമ്മൾ അടുത്ത തമിഴ്നാട് പാർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും.